സ്വർണ്ണാഭരണങ്ങളുടെ കയറ്റുമതി ലക്ഷ്യമിട്ട് ആറ്റിങ്ങലിൽ പുതിയ എക്സ്പോർട്ടിംഗ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. 3 പതിറ്റാണ്ട് കാലത്തെ സേവന പാരമ്പര്യമുള്ള ആറ്റിങ്ങൽ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയോടനുബന്ധിച്ചാണ് ആറ്റിങ്ങൽ പാലസ് റോഡിൽ പുതിയ എക്സ്പോർട്ടിംഗ് ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ആറ്റിങ്ങലിന്റെ അറേബ്യൻ ജ്വല്ലറിയുടെ ഓഫീസ് ഇന്ന് സഹോദര സ്ഥാപനം ഇന്ന് ഔദ്യോഗികമായി ഇനാഗുറേറ്റ് ചെയ്യും. നമുക്കറിയാം, ഈ അറേബ്യൻ ജ്വല്ലറി ആറ്റിങ്ങലിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ആറ്റിങ്ങലിലെ എല്ലാ ചാരിറ്റി പ്രവർത്തനത്തിലും അറേബ്യൻ ജ്വല്ലറിയുടെ കയ്യൊപ്പ് ഉള്ളതാണ്. ഓണമായിട്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ സഹായിക്കേണ്ട ആളുകളെയും സഹായിക്കുന്ന രീതിയിലേക്കാണ് അറേബ്യൻ ജ്വല്ലറി എല്ലാ വർഷവും എത്തിച്ചേരാറുള്ളത്. ഈ വർഷവും അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കാര്യമായി തന്നെ നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ഒരു ചെറിയ സംരംഭം ഇന്ന് തുടക്കം കുറിച്ചത്. ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അറേബ്യൻ ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ നാസർ, എല്ലാ പ്രിയപ്പെട്ടവരും എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികളും എനിക്ക് എത്രയും അതിരുകളില്ലാത്ത ആത്മബന്ധം എന്നുള്ള ഒരു ആപ്തവാക്യമുണ്ട് അറേബ്യൻ ജ്വല്ലറിക്ക്. അത് അനർത്ഥമാക്കുന്ന രീതിയിൽ ആണ് ഓരോരുത്തരുമായിട്ടും ഞാൻ ഇന്നുവരെയും സഹകരിച്ചിട്ടുള്ളതും സ്നേഹിച്ചിട്ടുള്ളതും. അതുകൊണ്ടാണ് എൻ്റെ ബിസിനസിൻ്റെ ഓരോ പടവുകളും ഞാൻ മുന്നോട്ട് പോകുമ്പോഴും അതിന് യാതൊരു തടസ്സവുമില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയുന്നത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലാൻഡ് ഓണറാണ് നമ്മുടെ രവീന്ദ്രൻ സാറ് തുടങ്ങി ഇന്നിപ്പോൾ ഗസ്റ്റായി എത്തിയിരിക്കുന്ന എല്ലാവരുടെയും ഒരുപാട് സ്നേഹവും സഹകരണവും എൻ്റെ മുന്നോട്ടുള്ള ബിസിനസ്സിന് എപ്പോഴും തുണയായി സപ്പോർട്ടായി നിൽക്കാറുണ്ട്. അതെനിക്ക് വലിയൊരു പ്രചോദനമാണ്. ആ ഒരു പ്രചോദനത്തിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇന്ന് വ്യാപാര മേഖലയിൽ വലിയ പ്രതിസന്ധികളുള്ള കാലഘട്ടങ്ങളിൽ പോലും സമാധാനത്തോടെ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അങ്ങനെയുള്ള ആ ബന്ധങ്ങൾ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ബഹുമാന്യനായ ആറ്റിങ്ങൽ ഡിവൈഎസ്പി പറഞ്ഞതുപോലെ നമ്മളെല്ലാം സന്തോഷങ്ങളെല്ലാം പങ്കിടുമ്പം നമ്മളോടൊപ്പം വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അവരെ നമ്മൾ കാണാതെ പോകരുത്. ആ ഒരു മാനസികമായ ഒരവസ്ഥ അത് മനസ്സിലാക്കി എല്ലാവരെയും ഒരു കരുണയുടെ ഒരു കാഴ്ചപ്പാടിലൂടെ കാണാൻ കഴിയണം. അതാണ് ഞാൻ ഫോളോ അപ്പ് ചെയ്തു പോകുന്നത്. അതിലൂടെ ഞാൻ വളരെ സാമ്പത്തികമായി താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരാളാണ്. എനിക്ക് മനസ്സിലായിട്ടുള്ളത് എല്ലാവർക്കും അങ്ങനെ ഉയർന്നു വരാൻ കഴിയും. നല്ലവണ്ണം പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ കൈകളിൽ നിൽക്കുന്ന ഒരു സാധനമല്ല. നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അത് കൈകളിൽ വരികയും കൈ നിലനിൽക്കുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി എല്ലാവരും പ്രവർത്തിച്ചാൽ എല്ലാവർക്കും എല്ലാ മേഖലകളിലും എത്തിച്ചേരാൻ പറ്റും. നമ്മുടെ എല്ലാ മലയാളികളും കേരളത്തിലും വിദേശത്തും എല്ലാം ഉള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു ദിവസമാണ്. ഒപ്പം തന്നെ ഇന്ന് നബിദിനം കൂടിയാണ്. അപ്പോൾ എല്ലാ നിലയിലും വളരെ നമ്മുടെ ന്യൂ രാജസ്ഥാൻ വിഷ്ണുഭക്തൻ സാർ പറഞ്ഞതുപോലെ, നമ്മുടെ ചെയർമാൻ പറഞ്ഞതുപോലെ വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഈ ദിവസത്തിൽ നമുക്ക് ഒത്തുകൂടാൻ കഴിഞ്ഞതിലും ഇവിടെ വന്ന് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി ആറ്റിങ്ങൽ DSP അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ നമുക്കറിയാം. ഇപ്പോൾ ഈ ഓണസമയത്ത് എത്രത്തോളം തിരക്കാണ്. റോഡ് ഗതാഗതങ്ങൾ വലിയ പ്രശ്നങ്ങളാണ്. പക്ഷെ ഈ പ്രാവശ്യം ഈ ആറ്റിങ്ങലിനെ സംബന്ധിച്ച് ഗതാഗതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് ഒഴിവായിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച്. അത് നമ്മുടെ സാറിന് ബഹുമാന്യനായ DYSPയുടെ പ്രത്യേക നിരീക്ഷണം. ഒരുപാട് സിഗ്നലുകളെല്ലാം പലതും ഓഫ് ചെയ്തിട്ടിട്ട് ഡയറക്റ്റായിട്ട് യാത്രാ സൗകര്യം ചെയ്തപ്പോഴും ഈ പാലസ് റോഡ് മെയിൻ റോഡിലൊക്കെ ഗതാഗത സൗകര്യം കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. മറ്റേത് ഈ ബ്ലോക്ക് കൂടുതൽ ദൃശ്യമാകുമായിരുന്നു. ഇപ്പം ജനങ്ങളെ ബ്ലോക്കേ ഉള്ളു, വാഹനങ്ങളുടെ ബ്ലോക്ക് കുറവാണ് ഈ പ്രാവശ്യം. അതിന് നമ്മുടെ ബഹുമാന്യനായ DYSP പ്രശംസനീയനാണ്. അദ്ദേഹത്തെ എല്ലാവരും അത് മനസ്സിലാക്കണം എന്നുകൂടി അവസരത്തിൽ ഉണർത്തുന്നു. ഇവിടെ എത്തിയ നമ്മൾ ആലങ്കോട് ജമാഅത്തിന്റെ ഇമാം ശ്രീ നിഹാൽ ഉസ്താദ്, നമ്മുടെ ന്യൂ രാജസ്ഥാൻ മാർബിളിന്റെ ചെയർമാൻ, DYSP, നമ്മുടെ വ്യാപാരി വ്യവസായി സെക്രട്ടറി, നമ്മുടെ ലാൻഡ് ഓണർ ശ്രീ രവീന്ദ്രൻ സാറ്, നമ്മുടെ സ്പോർട്സ് ക്ലബിന്റെ വിദ്യാരംഭള സാറ്, ശ്രീ റസൂൽ സാർ, ഈ നമ്മുടെ എക്സ്പോർട്ടറാണ് നിൽക്കുന്ന നമ്മുടെ സലാം സാറ്, അതുപോലെ ബാക്കിൽ നിൽക്കുന്നവരൊക്കെ NRIs ആണ്. അവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഒരു എക്സ്പോർട്ടിംഗ് ഓഫീസ് എന്നുള്ള നിലയിൽ അവരെ കൂടെയൊക്കെ ഞാൻ ഇവിടെ ക്ഷണിച്ചത് അവരുടെയൊക്കെ ഒരു അഡ്വൈസും കൂടെ കിട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങി ഇവിടെ കൂടിയ എല്ലാവർക്കും ഈ അവസരത്തിൽ എൻ്റെ നന്ദിയും സ്വാഗതവും ഒക്കെ ആശംസിക്കുകയാണ്. അതുപോലെ ഓണത്തിൻ്റെ ഉത്രാടദിന ആഘോഷങ്ങൾ എല്ലാ വർഷവും നടക്കുന്നത് പോലെ ഇവിടെ നടക്കാൻ പോവുകയാണ്. അതിലെല്ലാം നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കണം. നിങ്ങളെല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഈ കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ട് അതിരുകളില്ലാത്ത ആത്മബന്ധവുമായി അറേബ്യൻ ജ്വല്ലറി നിങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം.
എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഓണാശംസകൾ പറയുന്നു. ന്യൂ രാജസ്ഥാൻ മാർബിൾസ് MD വിഷ്ണു ഭക്തൻ നല്ലൊരു ഓണാശംസ നേരെയാണ്. എനിക്ക് ഇവിടെ കാണാൻ സാധിച്ചത് എന്നാണ് തിരഞ്ഞെടുത്തത് ഈ വലിയ സംഭവം. അദ്ദേഹം ഒരു എക്സ്പോർട്ട് ചെയ്യുന്ന അതിനു വേണ്ടിയാണിന്ന് ഈ ദിവസം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്നുള്ളതാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള 4 കോടി ജനം, കേരളത്തിലുള്ള എല്ലാവരും ഓണം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജാതിയും മതവും ഇല്ലാതെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. ആ ദിവസം അദ്ദേഹം തിരഞ്ഞെടുത്തതിൽ അങ്ങേറ്റം വളരെയേറെ സന്തോഷമുണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള. എല്ലാവിധ ആശംസകളും നേരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി കണ്ണൻ ചന്ദ്രാപ്രസ് തുടങ്ങി ആറ്റിങ്ങലിലെ നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് ആറ്റിങ്ങലിലെ ഓട്ടോ ഡ്രൈവർമാർക്കും കിടപ്പ് രോഗികൾക്കും ഓണക്കോടിയും ഓണക്കിറ്റുകളും വിതരണം ചെയ്തു. ആറ്റിങ്ങൽ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ആറ്റിങ്ങൽ DYSP മഞ്ജുലാൽ ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.